ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, 2 ദിവസമായിട്ട് തീരെ വയ്യ, ജലദോഷം അങ്ങനത്തെ ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ പാത്തൂസിന് നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ബ്ലോഗൊന്നും ഇല്ലാണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടണം. അപ്പോൾ അത് കാരണം ചെറിയൊരു കുക്കിങ്ങും അതുപോലെ തന്നെ 2-3 ടിപ്സൊക്കെ ആയിട്ടാണ് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയത് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. പാത്തൂസിന് നല്ല പനിയും ഒക്കെ ആയിട്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു കേട്ടോ, പനി മാറിയപ്പോഴും. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഞാനിപ്പോൾ സംസാരിക്കുന്ന വോയിസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. വയ്യാത്ത കാരണം മൂക്കൊക്കെ അടഞ്ഞ് നല്ല ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞാനിപ്പോൾ അത് അടിച്ചു വരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാത്തൂസ് അകത്ത് തന്നെയാണ് കേട്ടോ, അകത്തിരുന്ന് കളിക്കുന്നുണ്ട്. മക്കൾക്ക് അങ്ങനെ ഫോണൊന്നും തീരെ കൊടുക്കാറില്ല കേട്ടോ ഞാൻ കളിക്കാനായിട്ട്. അങ്ങനെ ചോദിക്കാറുമില്ല കേട്ടോ, സുഡാപ്പി ആയാലും ദിലു ആയാലും ഒന്നും അങ്ങനെ ചോദിക്കാറുമില്ല. പിന്നെ ഉമ്മ വരുമ്പോഴാണ് ഒന്ന് തല്ലുകൂടാറ് കേട്ടോ ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണ് നാശമായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വേറൊരു ഫോൺ അങ്ങനെ കിട്ടിയപ്പോൾ സുഡാപ്പിക്ക് പാത്തൂസിന് അതിൽ ഞാൻ പനിയായപ്പോൾ ഞാൻ അതിൽ കാർട്ടൂൺ മറ്റേതിൽ കാത്തു അതൊരെണ്ണം കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാർട്ടൂണ്. അപ്പോൾ ഇപ്പോൾ പനിയൊന്ന് കുറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര വാശി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ദിവസം ഒന്നും കൊടുക്കാതെ കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഫോൺ കൊടുത്ത കാരണം കൊണ്ട് അങ്ങനെ കിടക്കയിൽ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേഗം ഒന്ന് അടിച്ചു വാരി കയറാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് ഇറങ്ങി വരും, പിന്നെ മണ്ണിൽ കളി തുടങ്ങും. അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ തലയൊന്നും കഴുകിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല 2-3 ദിവസമായിട്ട്. മേല് മാത്രം ഒന്ന് ചൂടുവെള്ളത്തിലൊന്നും അങ്ങനെ കഴുകി കൊടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് നോക്കിയിട്ട് ഒന്ന് തലയൊക്കെ കുളിപ്പിക്കണം എന്നിട്ട് നിൽക്കണത്. അപ്പോൾ രാവിലെ തന്നെ വേഗം എണീറ്റ് വരുമ്പോഴേക്കും വേഗം അടിച്ചു വാരി. പിന്നെ ഇപ്പോൾ പാല് മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് രാവിലെ തന്നെ എണീറ്റപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞു. പാലങ്ങനെ കൊടുക്കുക, ഇപ്പോൾ കഫക്കെട്ടുള്ള കാരണം പാല് കൊടുത്താലും ശരിയാവില്ല. പിന്നെ പാൽ ചായ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ചായ ആക്കിയിട്ടുണ്ട്. പിന്നെ രാവിലേക്ക് നൂഡിൽസാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് എണീക്കാനായിട്ട്. ദിലുവിന് സ്കൂളും ഉണ്ട്, സുഡാപ്പിക്കാണെങ്കിൽ നല്ല ചുമയുണ്ട് കേട്ടോ. അങ്ങനെ സുഡാപ്പി സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നൂഡിൽസൊക്കെ കൊടുത്ത് ദിലു സ്കൂളിലൊക്കെ പോയി കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിങ്ങനെ എന്താ കറി വയ്ക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മുരിങ്ങയിലയുടെ കാര്യം ഓർമ്മ വന്നത്. മുരിങ്ങയുടെ കാര്യം വല്ലാത്തൊരു കഥയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇവിടെ ഈ മതിലിങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് ഞാൻ അവിടുന്ന് വെട്ടിക്കളഞ്ഞതായിരുന്നു കേട്ടോ. വെട്ടിക്കളഞ്ഞ് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതാണ്. പക്ഷെ അതൊക്കെ കരിഞ്ഞു പോയി എന്ന് വിചാരിച്ച സംഭവമാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ പക്ഷേ ഇങ്ങനെ തളിർത്ത് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് 2 ഇല പൊട്ടിക്കാം, അധികം ഹൈറ്റ് വെപ്പിക്കാതെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. സുഡാപ്പി ഇവിടെ കിടക്കുന്നുണ്ട്. രാവിലെ കിടക്ക് വിരിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ പാത്തൂസ് ഇവിടെ ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഉഷാറായിട്ടുണ്ട്, എന്നാലും കണ്ണുമൊക്കെ ജാതി ഉണ്ട് കേട്ടോ. 2 ദിവസം പനിക്കുമ്പോഴേക്കും ആകെ കോലായിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു ജലദോഷവും തലവേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ കാര്യം പറയണ്ട. അപ്പോൾ പിന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ, എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാലോ. പിന്നെ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിക്കുകയോ അല്ലെങ്കിൽ മേലും കൈ വേദന അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. നമ്മളെപ്പോഴും അടുത്ത് വേണം, എപ്പോഴും എടുത്ത് നടക്കണം, അങ്ങനത്തെ വാശിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനങ്ങനെ കുറച്ച് നേരം ഫോൺ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഫോൺ എടുത്ത് എന്നാലേ പണികൾ നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇന്നൊന്നും നടക്കില്ല എന്നറിയാം. അപ്പോൾ പിന്നെ കുറച്ചധികം പാത്രങ്ങളും കൂടി കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ ആദ്യം വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചത്. രാവിലത്തതും ഉണ്ട്, പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽ ചായ വേണമെന്നൊരു ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി ആ സിങ്കൊക്കെ ഒന്ന് ഉരച്ച് കഴുകുകയാണ്. ഞാൻ എപ്പോഴായാലും കഴുകുമ്പോൾ കൈയോടെ തന്നെ അതവിടെ കഴുകി വൃത്തിയാക്കും ചെയ്യും കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ സ്ലാബിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ, എല്ലായിടത്തും പൊട്ടി തുടങ്ങി. പഴയ ടൈലൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ അതൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ചെറിയ ബ്ലാക്ക് കളറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടാണ് കേട്ടോ ആ ബ്ലാക്ക് കുത്ത് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ ആകെ ഒരു വൃത്തികേടായി തോന്നുന്നു എനിക്കതങ്ങനെ കാണുമ്പോൾ. ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലുമൊക്കെ പണിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീട് നമ്മൾ ശരിയാക്കാണ്ട് എന്ത് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. വീടിൻ്റെ അവസ്ഥ അതേപോലെയാണ്. എന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, കണ്ടവർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചോറിനുള്ള അരിയും കൂടി ഇട്ട് ഞാനിപ്പോൾ മുരിങ്ങയില നന്നാക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടോ കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയില താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് നല്ലൊരു കറിയാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ കളയുന്ന കഞ്ഞിവെള്ളമൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മുരിങ്ങയിലൊക്കെ താളിപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ ഉണ്ണാൻ നല്ലതാണ് കേട്ടോ.
പാത്തൂസിനൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഞ്ഞിയാണെന്നാണ് പറയട്ടെ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ, നമ്മുടെ മുരിങ്ങയില സൂപ്പ് എന്ന് പറയാം കേട്ടോ, കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ താളിക്കുന്നതിന്. അങ്ങനെ ഇപ്പോൾ ഞാൻ മുരിങ്ങയിലൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ സുഡാപ്പി ടി വി കണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആളും വന്ന് വേഗം നന്നാക്കാൻ ഇരുന്ന കാരണം കൊണ്ട് വേഗം മുരിങ്ങയില നന്നാക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം എല്ലാവരും ഒന്ന് കുളിപ്പിച്ചും കൂടി കൊടുക്കാനായിട്ട്. വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വെച്ചിട്ട് അപ്പോഴേക്ക് സുഡാപ്പിക്ക് കുളിക്കണം എന്നിട്ട് ധൃതിയായി തുടങ്ങിയിട്ട് ആൾ ബനിയൻ്റെ കൂരി കയറി വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പാത്തൂസ് ഇവിടെ ഊരി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. പാത്തൂസിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ഡ്രസ്സ് അവളിടില്ല. സുഡാപ്പിയുടെയും ദിലുവിൻ്റെ ഡ്രസ്സാണ് പാത്തൂസിന് വേണ്ടത്. ഇക്കാക്കാടെ മതി കുളി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ബനിയനോ പാൻറ്റോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അങ്ങനെ അവരുടെ ഡ്രസ്സ് മാത്രമേ അവൾ ഇടുകയുള്ളൂ. എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഉടുപ്പൊക്കെ ഇടാൻ ഭയങ്കര പാടാട്ടോ, ഭയങ്കര കരച്ചിലായിരിക്കും. എനിക്ക് ബനിയൻ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല, 2-3 പ്രാവശ്യമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഉടുപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. വേണ്ട ഉടുപ്പുണ്ട് ഇതേപോലെ പറഞ്ഞ പോലെ ഓരോരുത്തർ തന്നിട്ടാണ് ഞങ്ങൾ മേടിച്ച. അധികം ഡ്രസ്സ് ഞാൻ പാത്തൂസിന് എടുത്തിട്ടില്ല കേട്ടോ, ഓരോരുത്തർ കൊണ്ട് തന്നിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ള സൂപ്പ് ഉണ്ടാക്കിയാലോ, നമ്മുടെ മുരിങ്ങയില താളിപ്പ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അതേ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വറ്റൽമുളക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 വറ്റൽമുളകും കൂടി ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് തീരെ എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി തന്നെ എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ചെറുള്ളി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ വെല്ലുള്ളി എടുക്കുക, ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കുക കേട്ടോ. ചെറുള്ളി അതേപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം അധികം ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര മുരിങ്ങയില എടുക്കുന്നു അതിന് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞ് ചട്ടി ആയതിനാൽ തന്നെ ഞാൻ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചെറിയ ചട്ടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇലയൊക്കെ വേഗം വെന്ത് വരുന്നതാണല്ലോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതേ താളിപ്പൊക്കെ ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതവിടെ തിളക്കിയിട്ട് അപ്പോഴേക്കും നമുക്കൊരു 3-4 മിനിറ്റ് മാത്രം നല്ലോണം ഒന്ന് തിളച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര മുരിങ്ങയില എടുക്കുന്ന അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുകളിലത്തെ അതേപോലെ അടിയിൽ നമ്മളിങ്ങനെ കട്ടിയിലായിട്ട് ഊറി നിൽക്കില്ല നല്ലോണം, അങ്ങനത്തെ അധികം കട്ടിയുള്ളതൊന്നും എടുക്കണ്ട കേട്ടോ. എന്നാൽ അധികം ഊറിയ വെള്ളമല്ല, എന്നാൽ അധികം കട്ടിയുമല്ല, ആ രീതിയിൽ വേണം കേട്ടോ വെള്ളം എടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ കടയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നതിൻ്റെ ഇതിപ്പോൾ കുറച്ച് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുളില്ലാത്ത പച്ചമുളക് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചമുളകൊക്കെ ഞാനിപ്പോൾ ഇതൊരു ചെപ്പിൽ ഇങ്ങനെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇരിക്കും, വേഗം കേടാവുമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളിത് ഞെട്ടി കളയാണ്ട് നമ്മളിതിപ്പോൾ എന്തെങ്കിലും ഇതാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരും കേട്ടോ. പഴുത്തു പോകും കേട്ടോ. ഫ്രിഡ്ജിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഴുത്തു പോകും. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ മാന്തൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പൊക്കെ ഒന്ന് പോവാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഇതേപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് വേറെ ഒന്നുമില്ല കേട്ടോ, ഈ മുരിങ്ങയില താളിപ്പും പിന്നെ ഉണക്കമാന്തളും. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.